ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി ടു സർവീസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് നടന്ന ആംബുലൻസ് അസിസ്റ്റന്റ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർ ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ WC ബാനർജി ആയിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ച സ്ഥലം ധാക്ക. സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ച സ്ഥലമാണ് ധാക്ക. 1905 ബംഗാളിനെ രണ്ടായി വിഭജിച്ച വൈസ്രോയി ആരായിരുന്നു? കേഴ്സൺ പ്രഭുവാണ്. അപ്പം ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരാണ്? കേഴ്സൺ പ്രഭുവാണ്. അടുത്തത്, തീവ്ര ദേശീയതയുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർ ആരെല്ലാമായിരുന്നു? തീവ്ര ദേശീയതയുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർ ആരൊക്കെയാണ്? ലാൽ പാൽ ബാലാണ് അല്ലെ. 3 പേരാണ് തീവ്ര ദേശീയതയുമായി ബന്ധപ്പെട്ട നേതാക്കൾ. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്നതിൽ ആരൊക്കെയുണ്ട്? ബാലഗംഗാധര തിലക്. ഇപ്പം ബാലഗംഗാധര തിലക് വരുന്നുണ്ട്. അതേപോലെ തന്നെ ലാല ലജ്പത് റായ്. അപ്പോൾ 1ഉം 3ഉമാണ് ശരിയായ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് നമുക്കറിയാം രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് ആരാണ്? അപ്പോൾ ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി. ഇന്ത്യയുടെ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് നവംബർ 26. ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? നവംബർ 26. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയിൽ ഉൾപ്പെടാത്തതാണ് പ്രസിഡൻഷ്യൽ സമ്പ്രദായം. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളാണ് എഴുതപ്പെട്ട ഭരണഘടനയുണ്ട്, മൗലിക അവകാശങ്ങളുടെ രാജ്യമാണ്, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? പ്രസിഡൻഷ്യൽ സമ്പ്രദായം. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ എഴുതപ്പെട്ട ഭരണഘടന നിലവിലുള്ള രാജ്യം ഏത്? അപ്പോൾ എഴുതപ്പെട്ട ഭരണഘടന നിലവിലുള്ള രാജ്യമാണ് ഇന്ത്യ, അമേരിക്ക, കാനഡ മുതലായ രാജ്യങ്ങളൊക്കെ. അപ്പോൾ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണുള്ളത്? 1ഉം 4ഉമാണ്. അപ്പം ഓപ്ഷൻ സി ആണ് ആൻസർ. 1ഉം 4ഉം ഇന്ത്യയും അമേരിക്കൻ ഐക്യനാടുകളും. ബ്രിട്ടനും ഇസ്രയേലും എന്താണ്? എഴുതപ്പെടാത്ത ഭരണഘടനയുടെ രാജ്യങ്ങളാണ്. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ മൗലിക അവകാശങ്ങളിൽ പെടാത്തത് ഏത്? സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്, ചോദിച്ചിരുന്ന ചോദ്യമാണ്. അപ്പോൾ ഏതാണ് മൗലിക അവകാശങ്ങളിൽ പെടാത്തത്? സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശമാണ്. അതൊരു മൗലിക അവകാശമല്ല, അതിപ്പോൾ ഒരു നിയമാവകാശമാണ്. മുൻപ് സ്വത്തവകാശം ഒരു മൗലിക അവകാശമായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ അതൊരു മൗലിക അവകാശമല്ല. 12ാമത്തെ പാർട്ടിൽ 300A എന്ന വകുപ്പിലാണ് സ്വത്തവകാശം ഇപ്പോൾ ഉള്ളത്. പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കെ കേളപ്പൻ. സമത്വ സമൂഹ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടെ അയിത്തോച്ചാടനം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറ്റിയ കേരളത്തിലെ പ്രക്ഷോഭമേത്? ഗുരുവായൂർ സത്യാഗ്രഹമാണ്. സമത്വ സമൂഹ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടെ അയിത്തോച്ചാടനം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറ്റിയ കേരളത്തിലെ പ്രക്ഷോഭമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരു. കഴിഞ്ഞ 10th ലെവൽ LD പ്രിലിമിനറിയും ഈ ചോദ്യം ഉണ്ടായിരുന്നു. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരു. പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത് ആര്? ചട്ടമ്പി സ്വാമി. പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത് ആരാണ്? ചട്ടമ്പി സ്വാമിയാണ് പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത്. സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി INA ചേർന്ന മലയാളി ആര്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി INA ചേർന്ന മലയാളിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. അടുത്തത്, മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്നതിനായുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് ഗഗൻയാൻ. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്നതിനായുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് ഗഗൻയാൻ. 2023 വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം സ്പെയിനാണ്. 2023 വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം സ്പെയിൻ. സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടി ഏത്? സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക്. മലബാർ കലാപം ഉണ്ടാകുവാനുള്ള കാരണം അന്വേഷിക്കാൻ രൂപീകരിച്ച കമ്മീഷൻ ഏതാണ്? വില്യം ലോഗൻ കമ്മീഷനാണ്. മലബാർ കലാപം ഉണ്ടാകുവാനുള്ള കാരണം അന്വേഷിക്കാൻ രൂപീകരിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. അടുത്തത്, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന ദൗത്യം ഏറ്റെടുത്ത സർദാർ വല്ലഭായ് പട്ടേൽ തന്റെ സെക്രട്ടറിയായി നിയമിച്ച കേരളീയൻ ആര്? VP മേനോൻ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന ദൗത്യം ഏറ്റെടുത്ത സർദാർ വല്ലഭായ് പട്ടേൽ തന്റെ സെക്രട്ടറിയായി നിയമിച്ച കേരളീയനാണ് VP മേനോൻ. 1ാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം നൽകിയത് ഏത് മേഖലയ്ക്കാണ്? കാർഷിക മേഖല. 1ാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം നൽകിയത് ഏത് മേഖലയ്ക്കാണ്? കാർഷിക മേഖലയ്ക്കാണ്. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ശില്പി ആര്? ഇന്ത്യൻ വിദേശ നയത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. RBIയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായി ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നത് ആര്? അപ്പോൾ ഇപ്പോഴത്തെ RBI ഗവർണർ ആരാണ്? ശക്തികാന്ത് ദാസ് ആണ്. ഇപ്പോഴത്തെ RBI ഗവർണറാണ് ശക്തികാന്ത് ദാസ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്?
നിലവിൽ സാഹചര്യത്തിൽ ആക്ടിംഗ് ആണുള്ളത് വിജയഭാരതി സയാനിയാണ്. എന്നാൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ആരായിരിക്കും? അരുൺകുമാർ മിശ്രയാണ് വരിക. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കെ2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് ഏതു പർവ്വത നിരകളിലാണ്? കാരക്കോറം. ഇപ്പം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കെ2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന ഏത് പർവ്വത നിരകളിലാണ്? കാരക്കോറം. ഈ അടുത്ത് നടന്ന UP സ്കൂൾ കന്നഡ മീഡിയം എക്സാമിനും ഈ ചോദ്യം ഉണ്ടായിരുന്നു. സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ വന്നൊരു ചോദ്യമായിരുന്നു. അപ്പം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കെ2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന ഏത് പർവ്വത നിരയിലാണ്? കാരക്കോറത്തിലാണ്. അടുത്തത് ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത്? ഉപദ്വീപീയ പീഠഭൂമി. അപ്പം ഇന്ത്യയുടെ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഉപദ്വീപീയ പീഠഭൂമിയാണ്. എന്നാൽ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന പ്രദേശമാണെങ്കിൽ ഏതാ വരിക? അത് നമ്മുടെ ചോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്നത് ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. ഭൂപ്രകൃതി വിഭാഗമാണെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം നമുക്കറിയാം ജാർഖണ്ഡാണ്. ചുവടെ ചേർത്തിട്ടുള്ളതിൽ കാവേരി നദിയുടെ പോഷക നദി ഏത്? കാവേരിയുടെ പോഷക നദിയാണ് കബനി നദി. കാവേരിയുടെ പോഷക നദിയാണ് കബനി നദി. ഇതേ ചോദ്യം തന്നെ ഖാദി ബോർഡ് LDCയുടെ പ്രിലിമിനറിയിലെ 4ാം ഘട്ടത്തിൽ ചോദിച്ചിരുന്നു. താഴെ കൊടുത്തിട്ടുള്ളവയിൽ കാവേരി നദിയുടെ പോഷക നദി ഏത് എന്നൊരു മറ്റൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതിൽ അമരാവതി ആയിരുന്നു ഓപ്ഷനിൽ ഉണ്ടായിരുന്നത്. അപ്പം ഇതിൽ തന്നെയാണ് പ്രീവിയസ് ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ തന്നെ നന്നായി നോക്കുക ഇനി വരാൻ പോകുന്ന എക്സാമിലുള്ള ആൾക്കാരും. അപ്പം ചുവടെ കൊടുത്തിട്ടുള്ളതിൽ കാവേരി നദിയുടെ പോഷക നദിയാണ് കബനി. ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ ഏത്? ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യയും പാകിസ്ഥാനെയും ഡ്യൂറാൻഡ് രേഖയാണ്. അപ്പോൾ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഡ്യൂറാൻഡ് രേഖ തന്നെയാണ്. ഇന്ത്യയും ചൈനയും തമ്മിൽ വേർതിരിക്കുന്നതാണ് മക്മോഹൻ രേഖ. ഗ്രീനിച്ച് രേഖ സമയം നിർണ്ണയിക്കുന്നതാണ്. അത് നമുക്ക് ഇവിടെ ആവശ്യമില്ല. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഗുജറാത്താണ്. കടൽ തീരം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഗോവയാണ്. കടൽ തീരം കൂടിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. അപ്പോൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കടൽ തീരം കൂടിയ ജില്ല കണ്ണൂരാണ്. കടൽ തീരം കുറഞ്ഞ ജില്ല കൊല്ലമാണ്. കടൽ തീരം കൂടിയ താലൂക്ക് ഏതാണ്? ചേർത്തലയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. അപ്പം തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം ഏതാണ്? വിഴിഞ്ഞം തുറമുഖമാണ് കേരളത്തിൽ ഇപ്പം ഏറ്റവും ആഴം കൂടിയ തുറമുഖം. പെരിങ്ങൽകൂത്ത് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? പെരിങ്ങൽകൂത്ത് ജലവൈദ്യുത പദ്ധതി ചാലക്കുടി പുഴയിലാണ്. അപ്പം പെരിങ്ങൽകൂത്ത് ജലവൈദ്യുത പദ്ധതി നദിയിലാണ് ചാലക്കുടി പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? അത് പാമ്പാടും ചോലയാണ്. പാമ്പാടും ചോല. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരെ? ഇപ്പം നിലവിൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണ്? MB രാജേഷാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ. കണ്ടൽക്കാടുകളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം മംഗളവനമാണ്. കണ്ടൽക്കാടുകളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതമാണ് മംഗളവനം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ ഉള്ളത് ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിലെ 5 നാഷണൽ പാർക്കുകൾ 4 ഇടുക്കിയിലാണ്. അപ്പം ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള കേരളത്തിലെ ഏക നാഷണൽ പാർക്ക് ഏത് മാത്രമാണ്? സൈലന്റ് വാലിയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളം ഏതാണ്? നെടുമ്പാശ്ശേരി. ഐക്യരാഷ്ട്രസഭയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളം ഏതാണ്? നെടുമ്പാശ്ശേരി എയർപോർട്ടാണ്. അടുത്തത് കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? മീനങ്ങാടിയാണ്. കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി തിരഞ്ഞെടുത്ത പഞ്ചായത്താണ് മീനങ്ങാടി പഞ്ചായത്ത്, വയനാട്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളമാണ്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിങ്ങിൽ ഇന്ത്യയിൽ 1ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനമാണ് കേരളം. 2023 വയലാർ അവാർഡ് നേടിയ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതി രചിച്ചത് ആരെ? ശ്രീകുമാരൻ തമ്പി. അപ്പം ജീവിതം ഒരു പെൻഡുലം എന്ന കൃതി രചിച്ചത് ആരാണ്? ശ്രീകുമാരൻ തമ്പിയാണ്. ശ്രീകുമാരൻ തമ്പിക്കാണ് 2023 വയലാർ അവാർഡ് ലഭിച്ചത്. ശാസ്ത്രലോകത്ത് ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി എപ്പോഴാണ്? 2023 ജൂലൈ 14 അപ്പം ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എപ്പോഴാണ്? 2023 ജൂലൈ 14. മെയ് 17 കേരളത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏത് സംഘടനയുടെ ദിനമായിട്ടാണ് ആചരിക്കുന്നത്? ഏതാണ്? കുടുംബശ്രീയുടെ ദിനമാണ്. അപ്പം മെയ് 17 കേരളത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏത് സംഘടനയുടെ ദിനമായിട്ടാണ് ആചരിക്കുന്നത്? കുടുംബശ്രീയുടെ ദിനമാണ് മെയ് 17. യുനെസ്കോ സാഹിത്യ നഗര പദവിയുമായി ബന്ധപ്പെട്ട് ഈയിടെ വാർത്തകളിൽ വന്ന കേരളത്തിലെ നഗരമാണ് കോഴിക്കോട്. അപ്പം യുനെസ്കോ സാഹിത്യ നഗര പദവിയുമായി ബന്ധപ്പെട്ട് ഈയിടെ വാർത്തകൾ നിറഞ്ഞു നിന്ന കേരളത്തിലെ നഗരമാണ് കോഴിക്കോട്. അമേരിക്കയിലെ മൈക്രോൺ ടെക്നോളജി താഴെ പറയുന്നവയിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സെമി കണ്ടക്ടർ പ്ലാന്റ് നിർമ്മിക്കുന്നത്?
ഗുജറാത്തിലാണ്. അപ്പോൾ അമേരിക്കയിലെ മൈക്രോൺ ടെക്നോളജി താഴെ പറയുന്നതിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സെമി കണ്ടക്ടർ പ്ലാന്റ് നിർമ്മിക്കുന്നത്? എവിടെയാണ്? ഗുജറാത്തിലാണ്. താഴെ പറയുന്നവയിൽ ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണവുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? അപ്പം ഇത് തന്നിട്ടുള്ളതിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായ ആൻസർ. അപ്പോൾ അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നത് ശരി ഏതാണ്? പ്രൊജക്ട് ഡയറക്ടർ വീരമുത്തുവേലായിരുന്നു, അത് ശരിയാണ്. പിന്നെയോ മൂന്നാമത് പറയുന്നത് എന്താണ്? വിക്ഷേപണ വാഹനം LV Mark 3 ആണ്, അതും ശരിയാണ്. നാലാമതായിട്ട് പറയുന്നത് എന്താണ്? വിക്ഷേപിച്ച തീയതി എപ്പോഴാണ്? 2023 ജൂലൈ 14. ജൂലൈ 14 വിക്ഷേപിച്ചത്. അപ്പം അതിൽ ശരിയായ ഏതൊക്കെയാണ്? 2, 3, 4 എന്നിവയാണ് ശരിയായ ആൻസർ. ഇതേ ചോദ്യം അപ്പുറത്ത് ചോദിച്ചിരുന്നു, ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി എന്ന്. 2023 ജൂലൈ 14. അടുത്തത് 2016 ജൂൺ മാസത്തിൽ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? ഇപ്പോൾ 2016 ജൂൺ മാസത്തിൽ കേരള മുഖ്യമന്ത്രി ആര് തന്നെയായിരുന്നു? പിണറായി വിജയനാണ്. മെയ്യിലായിരുന്നു അദ്ദേഹം അധികാരത്തിൽ ഏൽക്കുന്നത്. അപ്പം പിണറായി വിജയനാണ് 2016 ജൂൺ മാസത്തിൽ കേരള മുഖ്യമന്ത്രി. താഴെ പറയുന്നവയിൽ പൊൻകുന്നം വർക്കിയുടെ ആത്മകഥ. പൊൻകുന്നം വർക്കിയുടെ ആത്മകഥയാണ് എൻ്റെ വഴിത്തിരിവ്. അപ്പോൾ എൻ്റെ വഴിത്തിരിവ് പൊൻകുന്നം വർക്കിയുടെ ആത്മകഥയാണ്. അടുത്തത് ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഒരു ഓവറിൽ 4 വിക്കറ്റ് നേടിയ ഇന്ത്യൻ ബൗളർ മുഹമ്മദ് സിറാജാണ്. ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഒരു ഓവറിൽ 4 വിക്കറ്റ് നേടിയ ഇന്ത്യൻ ബൗളറാണ് മുഹമ്മദ് സിറാജ്. അടുത്ത ക്വസ്റ്റ്യൻ, 2023 ഇന്ത്യയിൽ നടന്ന G20 സമ്മേളനത്തിൻ്റെ ഇന്ത്യൻ ഷെർപ്പ ആരായിരുന്നു? ഇന്ത്യൻ ഷെർപ്പ അമിതാഭ് കാന്ത് ആയിരുന്നു. 2023 ഇന്ത്യയിൽ നടന്ന G20 സമ്മേളനത്തിൻ്റെ ഇന്ത്യൻ ഷെർപ്പ അമിതാഭ് കാന്ത് ആയിരുന്നു. അടുത്തത് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആഡം സ്മിത്ത് ആണ്. അപ്പോൾ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ആഡം സ്മിത്ത് ആണ്. 2023 നടന്ന ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. അവ ശരിയായ പ്രസ്താവന ഏതാണ്? എല്ലാ പ്രസ്താവനയും ശരിയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ആൻസർ ഡി ആണ് ശരി. അപ്പോൾ ഏതൊക്കെയാണ്? ഇന്ത്യ നേടിയ മെഡലുകളുടെ ആകെ എണ്ണം 107, അത് ശരിയാണ്. ഏഷ്യൻ ഗെയിംസ് നടന്നത് ചൈനയിൽ വെച്ചാണ്, ശരിയാണ്. പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ ലഭിച്ചു. അപ്പം പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? സ്വർണ്ണ മെഡൽ ലഭിച്ചിട്ടുണ്ട്. അപ്പം ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരിയാണ്. നമ്മുടെ ശരീരത്തിലെ ഏതു അവയവത്തിൽ വെച്ചാണ് യൂറിയ നിർമ്മിക്കപ്പെടുന്നത്? യൂറിയ നിർമ്മിക്കപ്പെടുന്നത് എവിടെ വെച്ചാണ്? കരളിൽ വെച്ചാണ് യൂറിയ നിർമ്മിക്കപ്പെടുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? മാംസ്യത്തിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ക്വാഷിയോർക്കർ. അപ്പോൾ മാംസ്യത്തിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ക്വാഷിയോർക്കർ ആണ് മാംസ്യത്തിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ നാഷണൽ പാർക്ക് ഏതാണ്? അപ്പോൾ കേരളത്തിലെ നാഷണൽ പാർക്ക് തന്നിട്ടുള്ളവയിൽ ഏതാണ്? സൈലന്റ് വാലി മാത്രമാണ് കേരളത്തിലെ നാഷണൽ പാർക്ക്. ബാക്കി 3 എന്താണ്? വന്യജീവി സങ്കേതങ്ങളാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം തെങ്ങ് ഏതാണ്? അപ്പോൾ തന്നിരിക്കുന്നതിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം തെങ്ങാണ് ലക്ഷഗംഗ. 2023 ലോക പരിസ്ഥിതി ദിന സന്ദേശം ഏത് മലിനീകരണത്തിനുള്ള പരിഹാരവുമായാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? പ്ലാസ്റ്റിക് മലിനീകരണമാണ്. അപ്പോൾ 2023 ലോക പരിസ്ഥിതി ദിന സന്ദേശം ഏത് മലിനീകരണത്തിനുള്ള പരിഹാരവുമായാണ് ബന്ധപ്പെട്ടതാണ്? പ്ലാസ്റ്റിക് മലിനീകരണത്തിൻ്റെ പരിഹാരവുമായി ബന്ധപ്പെട്ടതാണ്. അടുത്തത് രക്തജന്യ രോഗങ്ങളായ ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ തുടങ്ങിയവയുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കാൻ കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ആശാധാര. ആശാധാര എന്ന് പറഞ്ഞാൽ രക്തജന്യ രോഗങ്ങളായ ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ തുടങ്ങിയവയുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കാൻ കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ആശാധാര. അടുത്തത് ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന 2023 ഏത് വിളകളുടെ വർഷമായാണ് പ്രഖ്യാപിച്ചത്? ചെറുധാന്യങ്ങൾ. അപ്പം ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന 2023 ഏത് വിളകളുടെ വർഷമായാണ് പ്രഖ്യാപിച്ചത്? ചെറുധാന്യ വർഷമായാണ് പ്രഖ്യാപിച്ചത്. വിവിധ ഇനം മണ്ണിനങ്ങളുടെ pH താഴെ തന്നിരിക്കുന്നു. ഇവയിൽ ഏത് മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്? അപ്പം pH 5-ലാണ് എന്ത് ചേർക്കേണ്ടത്? കുമ്മായം ചേർക്കേണ്ടത്. അടുത്തത് ചുവടെ നൽകിയിട്ടുള്ള ജോഡികളിൽ നിന്നും തെറ്റായി രേഖപ്പെടുത്തിയ ജോഡിയെ കണ്ടെത്തുക. അപ്പോൾ ഇതിൽ നൽകിയിട്ടുള്ള തെറ്റായ ജോഡി ഏതാണ്? ബി ആണ് അല്ലേ, ഇരുമ്പ് ക്രയോലൈറ്റ് എന്നതാണ്. അപ്പം ഇതിൽ തെറ്റായ ജോഡി അയിരുകളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ്? ഇരുമ്പിൻ്റെ അയിരത്ത് ക്രയോലൈറ്റ് എല്ലാം നമുക്കറിയാം. അപ്പോൾ ഓപ്ഷൻ ബി ആണ് തെറ്റ്. അടുത്തത് ഏതാണ്? ഒരു വൈദ്യുത ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജ പരിവർത്തനം ഏതാണ്? അപ്പം വൈദ്യുത ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജ പരിവർത്തനം യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി, യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. അടുത്ത ചോദ്യം, ആറ്റത്തിനുള്ളിൽ കാണപ്പെടുന്ന കണങ്ങളും അവയെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാരുടെ പേരുകൾ നൽകിയിരിക്കുന്നു. ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക. അപ്പോൾ തന്നിട്ടുള്ളവയിൽ ഓപ്ഷൻ ഏതാണ് ശരി? 1, 3, 4 എന്നിവ ശരിയാണ്. തന്നിട്ടുള്ളവയിൽ എന്താണ്? 2 തെറ്റാണ്. പ്രോട്ടോൺ കണ്ടെത്തിയത് ഹെൻറി മോസ്ലി അല്ല. അപ്പം പ്രോട്ടോൺ കണ്ടെത്തിയത് ആരാണ്? റൂദർഫോർഡ് ആണ് പ്രോട്ടോൺ കണ്ടെത്തിയത്.
അപ്പം ബാക്കിയെല്ലാം ശരിയാണ്. ഇലക്ട്രോൺ കണ്ടെത്തിയ ജെ തോംസൺ ആണ്, ന്യൂട്രോൺ കണ്ടെത്തിയ ജെയിംസ് ചാഡ്വിക് ആണ്, പ്രോട്ടോൺ കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. അപ്പോൾ മുകളിൽ പ്രോട്ടോൺ കൊടുത്തത് ബി എന്താണ്, രണ്ടാമത് കൊടുത്തത് എന്താണ്, തെറ്റാണ്. അപ്പോൾ ആൻസർ ഡി ആണ്, 1, 3, 4. അടുത്തത് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഒരു സമതല ദർപ്പണത്തെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം? അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരിയായത്. 1ഉം 2ഉം ശരിയാണ്. 1ഉം 2ഉം എന്താണ്? വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ്. വസ്തുവിൻ്റെ വലുപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും. അപ്പം ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം ശരിയാണ്. അടുത്തത് ഇന്ത്യയുടെ ആദ്യ സൗര നിരീക്ഷണ ഉപഗ്രഹമായ ആദിത്യ L1 വിക്ഷേപിച്ചത് എന്ന്? അപ്പോൾ ആദിത്യ L1 വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2-നാണ്. 2023 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ജോൺ ഫോസെ ഏതു രാജ്യക്കാരനാണ്? അപ്പം ജോൺ ഫോസെ ഏതു രാജ്യക്കാരനാണ്? നോർവേക്കാരനാണ് ജോൺ ഫോസെ. അടുത്ത ക്വസ്റ്റ്യൻ, മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീര അവയവം. അപ്പോൾ മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീര അവയവം ഏതാണ്? കരളാണ്. മലമ്പനിക്ക് കാരണമായ രോഗകാരി പ്ലാസ്മോഡിയമാണ്. മലമ്പനിക്ക് കാരണമായ രോഗകാരി പ്ലാസ്മോഡിയം. ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമല്ലാത്ത സേവനങ്ങൾ ഏത്? ഇത് വളരെ എളുപ്പമുള്ള ചോദ്യമാണ്, നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എന്തായാലും CT സ്കാൻ ഉണ്ടാവില്ല. അപ്പോൾ ആൻസർ ഏതാണ്? CT സ്കാൻ ആണ്. ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം ജൂൺ 7-ആണ്. ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം എപ്പോഴാണ്? ജൂൺ 7-ആണ് ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം. അടുത്ത ക്വസ്റ്റ്യൻ, കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂരാണ്. കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂരാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗമല്ലാത്തത് ഏത്? അപ്പം ജീവിതശൈലി രോഗമല്ലാത്തതാണ് തൊണ്ടമുള്ള്. ബാക്കിയൊക്കെ ജീവിതശൈലി രോഗമാണ്. ഫാറ്റി ലിവറും ഹൃദയാഘാതവും അതേപോലെ തന്നെ അമിത രക്തസമ്മർദ്ദമൊക്കെ എന്താണ്? ജീവിതശൈലി രോഗമാണ്. ജീവിതശൈലി രോഗമല്ലാത്തത് തൊണ്ടമുള്ള്. യോജക കലയെ ബാധിക്കുന്ന ക്യാൻസർ ഏത്? സർക്കോമയാണ്. യോജക കലയെ ബാധിക്കുന്ന ക്യാൻസർ ഏതാണ്? സർക്കോമ. സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാകുന്ന പദ്ധതി നിരാമയ. സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാകുന്ന പദ്ധതിയാണ് നിരാമയ. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്നത് 2008-ലാണ്. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്നത് 2008-ലാണ്. അടുത്തത്, ബാക്ക് ടു ബേസിക് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പം ബാക്ക് ടു ബേസിക് എന്നത് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൊറോണ വൈറസുമായി ബന്ധപ്പെട്ടതാണ് ബാക്ക് ടു ബേസിക്. 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതിയാണ് സശ്രദ്ധം. അപ്പം സശ്രദ്ധം പദ്ധതിയാണ് കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതി. അടുത്തത്, ലോക ജന്തുരോഗ ദിനം ജൂലൈ 6-ആണ്. ലോക ജന്തുരോഗ ദിനം എപ്പോഴാണ്? ജൂലൈ 6. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി, ഇപ്പം നിലവിൽ ഇന്ത്യയുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി ഇപ്പം മന്ത്രിസഭ മാറിയപ്പോൾ മാറി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്ന സമയത്ത് ആരാണ് വരിക? ശ്രീ മൻസുഖ് മാണ്ഡവിയാണ്. ഓപ്ഷൻ പ്രകാരം മൻസുഖ് മാണ്ഡവിയാണ്. എന്നാൽ ഇപ്പോൾ ആരാണ്? ശ്രീ ജഗത് പ്രകാശ് നഡ്ഡയാണ് ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി. അടുത്ത മാത്സ് ഭാഗങ്ങളാണ്. മാത്സ് ഭാഗങ്ങൾ ഞാൻ ഓപ്ഷൻ മാത്രം വായിക്കാം. 81-ന്റെ ആൻസർ എന്താണ്? 81-ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 82-ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 82-ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 83-ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 83-ന്റെ ആൻസർ ഓപ്ഷൻ ഡി. 84-ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 84 ഓപ്ഷൻ ബി ആണ്. 85-ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 85-ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 86-ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 86-ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 87-ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 87-ന്റെ ആൻസർ ഓപ്ഷൻ ഡി. 88-ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 88-ന്റെ ആൻസറും വരും ഓപ്ഷൻ ഡി ആണ്. 89-ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 89-ന്റെ ആൻസർ ഓപ്ഷൻ ബി. 90-ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 90-ന്റെ ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്. 91-ന്റെ ആൻസർ വരിക ഓപ്ഷൻ ഡി ആണ്. 1-ആണ്. 91-ന്റെ ആൻസർ വരിക ഓപ്ഷൻ ഡി ആണ്. 92-ന്റെ ആൻസർ ഓപ്ഷൻ സി. 92 ഓപ്ഷൻ സി. 93 ഓപ്ഷൻ സി. 93 ഓപ്ഷൻ സി. 94 ഓപ്ഷൻ ബി. 94 ഓപ്ഷൻ ബി. 95 ഓപ്ഷൻ എ. 95 ഓപ്ഷൻ എ. 96 ഓപ്ഷൻ ഡി ആണ്. 96 ഓപ്ഷൻ ഡി. 97 ഓപ്ഷൻ സി ആണ്. 97 ഓപ്ഷൻ സി. 98 ഓപ്ഷൻ ഡി ആണ്. 98 ഓപ്ഷൻ ഡി. 99 ഓപ്ഷൻ സി ആണ്. 99 ഓപ്ഷൻ സി ആണ്. 100 ഓപ്ഷൻ എ ആണ്. 100-ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്.
അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ PDF ലഭിക്കാൻ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിരുന്നെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് കൂടി തരിക. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.